പിന്നെ ബട്ടൺസ് വയ്ക്കുന്നത് കാണാത്ത രീതിയിലുള്ള പ്രസ് ബട്ടണാണ് വയ്ക്കുന്നത്. അതാണ് പുള്ളിയുടെ ജിബയുടെ പ്രത്യേകത. പിന്നെ മുഖ്യമന്ത്രിയായതിനു ശേഷം ക്ലിഫ് ഹൗസിൽ പോയി ഞാൻ വിഷ് ചെയ്യാറുണ്ട്. കാര്യം ക്രിസ്മസിന് അവിടെ പോകും, ഓണത്തിന് ഇവിടെ വെച്ച് കാണും. അത്രയും ക്ലോസായിട്ട് പെരുമാറുന്ന ആരും എൻ്റെ കസ്റ്റമറുടെ കൂട്ടത്തിൽ അങ്ങനെയില്ല. അതെ, പുള്ളി ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് മാറി അടുത്ത ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാമിന് പോകുന്നത്. ഇതിന് ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. അതൊക്കെ ഉണ്ട്, ഓർമ്മയൊക്കെ ഉണ്ട്. നമസ്കാരം. വി.എസ്. അച്യുതാനന്ദൻ സഖാവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രമാണ് ജുബ. വസ്ത്രം പോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലിണങ്ങിയ ഒരു തയ്യൽക്കാരൻ കൂടി സ്വന്തം നാട്ടിലുണ്ട്. വിലേറിയൻ കാർലോസ് എന്ന 70 വയസ്സുകാരൻ കഴിഞ്ഞ 30 വർഷമായി വി.എസ്. അച്യുതാനന്ദൻ്റെ വസ്ത്രമായ ജുബ തയ്ച്ചു നൽകുന്നത് കാർലോസ് ചേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. എങ്ങനെയാണ് താങ്കൾ വി.എസിൻ്റെ തയ്യൽക്കാരനാകുന്നത്? ഇത് പുള്ളി ഒരു പ്രതീക്ഷത്തിരിക്കുന്ന ആ ഒരു സമയത്ത് പുള്ളി പല കടയിൽ വന്നിട്ട് ഇതിനൊക്കെ ഒരു ജുബ തയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ പുള്ളിയുടെ ആദ്യമായിട്ട് അളവെടുത്ത് ഞാൻ ആ ഒരു ജുബ തയ്ച്ച് അതിനകത്ത് സ്വല്പം വ്യത്യാസപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ പുള്ളി പറഞ്ഞ അനുസരിച്ചിട്ട് ആ വ്യത്യാസങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് വരണം കൊടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ആ അളവ് ഞാൻ കറക്റ്റ് ആ ഒരു ബുക്കിൽ അളവ് പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അളവ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു വസ്ത്രമായിരുന്നു ജുബ. അപ്പോൾ അതിന് അദ്ദേഹം എന്താണ് പ്രത്യേകതകളൊക്കെ പറഞ്ഞു തരാറുള്ളത്? അങ്ങനെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ആ പോക്കറ്റ് വരെ കറക്റ്റ് ഷേപ്പായിരിക്കണം, ശരീരത്തോട് ചേർന്ന് കിടക്കണം. പിന്നെ ബട്ടൺസ് വയ്ക്കുന്നത് കാണാത്ത രീതിയിലുള്ള പ്രസ് ബട്ടണാണ് വയ്ക്കുന്നത്. അതാണ് പുള്ളിയുടെ ജിബയുടെ പ്രത്യേകത. എല്ലാ തവണയും അദ്ദേഹം നേരിട്ട് വരുമോ? ഇല്ല, ആദ്യത്തെ ഒരു പ്രാവശ്യം വന്ന് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. പിന്നെ തുണികൾ കൊടുത്തേ ഉള്ളൂ. പിന്നെ കാണുന്നത് പുള്ളിയുടെ വസതിയിൽ ഓണത്തിന് വരുമ്പോൾ മാത്രം നേരിട്ട് കാണാറുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയായതിനു ശേഷം ക്ലിഫ് ഹൗസിൽ പോയി ഞാൻ വിഷ് ചെയ്യാറുണ്ട്. കാര്യം ക്രിസ്മസിന് അവിടെ പോകും, ഓണത്തിന് ഇവിടെ വെച്ച് കാണും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ വരുമ്പോൾ വിളിപ്പിക്കുമ്പോൾ അവിടെ ചെന്ന് കണ്ടിട്ട് നിങ്ങൾ തയ്ക്കാൾ മേടിക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്തെങ്കിലും ചെയ്യും. ഏതാണ്ടൊരു 10-30 വർഷത്തിനടുത്തായി 30 വർഷമായിട്ട് ഞാൻ പുള്ളിയുടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹമായിട്ട് നിങ്ങൾ ആശയവിനിമയമൊക്കെ നടത്താറുണ്ടോ? അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ തിരക്കില്ല, എന്നൊരു അടുത്ത വിശേഷമെന്ന് ചോദിക്കും, അത്രയും മാത്രം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാറില്ല, സംസാരിക്കാറുമില്ല. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, പുള്ളിയുടെ ഒന്നും എൻ്റെ കയ്യിലില്ല. ലാസ്റ്റ് എടുത്ത ആ ഒരു ഫോട്ടോ മാത്രമുണ്ട്. അതായത് ലാസ്റ്റ് ഓണത്തിന് പുള്ളിയുടെ വസതി വന്നപ്പോൾ ഞങ്ങൾ മകനും ഫാമിലിയായിട്ട് നിന്ന് ഒരു സെൽഫി എടുത്ത്, അതാണ് എൻ്റെ കയ്യിലുള്ള ഒരു ഇത്. ഇപ്പോഴും വി.എസ്. എന്നുള്ള ഒരു ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അതിൻ്റെ പഴയ ബുക്കിൽ ഇപ്പോഴും വി.എസ്. എന്ന് പറയാണ് എഴുതിയിട്ട് അളവൊക്കെ എഴുതിയിട്ടിരിക്കുന്നത്. അതൊരു അമൂല്യ നിധി പോലെ സൂക്ഷിക്കുകയാണ് ഇപ്പോഴും. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അത് കളയാതെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വീടുകളിലും തിരുവനന്തപുരത്തൊക്കെ പോയി കാണുമ്പോൾ അദ്ദേഹം എന്ത് പറയുമായിരുന്നു? തിരുവനന്തപുരത്തൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു നിലപാടില്ലാതെ സാധാരണക്കാരനെ പോലെ കണ്ടവനെ വിഷ് ചെയ്തിട്ട് വിളിച്ച് അകത്ത് ഇരുന്ന് അവിടെ നിന്ന് ആദ്യം കേക്ക് ഞാൻ കഴിക്കുന്നത് അവിടെ നിന്നായിരിക്കും. അവിടെ നിന്ന് കേക്ക് കഴിച്ച് പോരും. അവിടെ അറിയാം ഒരു നാട്ടുകാരനൊന്നും ഒരു സുഹൃത്തെന്ന നിലയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയായിട്ട് വളരെ കാര്യമുള്ള പെരുമാറും. കാര്യം അത്രയും ക്ലോസായിട്ട് പെരുമാറുന്ന ആരും എൻ്റെ കസ്റ്റമറുടെ കൂട്ടത്തിൽ അങ്ങനെയില്ല. അതുപോലെ ഇതായിരുന്നു, നല്ല ബന്ധമായിരുന്നു. അതെ, അതുകൊണ്ടാണ് പുള്ളിയോട് എനിക്ക് ഏറ്റവും വലിയ സ്നേഹം. കാര്യം ഒരു മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും അത്രയും എളിമത്വം കാണിക്കുന്ന ആ ഒരു ഇത്, അതുകൊണ്ടാണ് അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹം. എത്ര വർഷമായി താങ്കൾ ഈ തയ്യൽ മേഖലയിലേക്ക് വന്നിട്ട്? ഞാൻ തയ്യൽ നടന്നിട്ട് എൻ്റെ 50 വർഷത്തിന് അടുത്തായി, 50 വർഷത്തോളമാണ് ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് കട ഇരിപ്പാടത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കടകളൊക്കെ പൊളിച്ചു പോയപ്പോൾ വീട്ടിലായിട്ട് ഇപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞ്. ഇപ്പോഴും വർക്കുകൾ ഇവിടെ തന്നെ വരും, ഇവിടെ കൊടുത്തു വിടും, വർക്ക് ചെയ്യും. സഖാവിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ തയ്യൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അതേപ്പറ്റി അറിയാമോ? അതിനെപ്പറ്റി ഞാനും അത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. കാര്യം അത് ചെയ്ത് അങ്ങനെ ഏതൊരു ഗുഡേക്കറില ഇവിടെ ആണ് പുള്ളി ആദ്യം വർക്കിന് കയറുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് പുള്ളി ആ രാഷ്ട്രീയ രംഗത്തോട്ട് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല.
എന്തെങ്കിലും ഇങ്ങനെ അദ്ദേഹത്തിന് തയ്ച്ചു കൊടുത്തിട്ട് പിന്നെ അത് റിപ്പയർ രണ്ടായി ഇഷ്ടപ്പെടാതെ വരിക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ലില്ല. തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വ്യത്യാസം വരത്തില്ല. കാര്യം നമ്മൾ ഓരോ ഭാഗം പ്രത്യേകം മാർക്ക് ചെയ്ത് അളവ് എഴുതിയിട്ടിരിക്കുന്നതുകൊണ്ട് വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് ഓൾട്ടറേഷൻ ചെയ്യാനുള്ള ഇത് വന്നിട്ടില്ല. എത്ര എണ്ണമായിരുന്നു തയ്ക്കാൻ അത് പുള്ളി എടുക്കുമ്പോഴത്തേക്ക് പുള്ളി ഒരു റോൾ തുണി എടുത്ത് കൊടുത്തു വിടും. അപ്പോൾ അതിനകത്ത് ഒരു 10, 12 എണ്ണം കാണും. 12 ചിലപ്പോൾ 14 ഒക്കെ കാണും. അദ്ദേഹത്തിൻ്റെ ഈ വസ്ത്രധാരണ ശീലം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ ഒരു വസ്ത്രം തന്നെയാണ് ഇടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതെ, പുള്ളി ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് മാറി അടുത്ത ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാമിന് പോകുന്നത്. അങ്ങനെ അതുപോലൊരു നല്ല ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ. ഉണ്ട്. അത് സാധാരണ ഒരു ദിവസം ഒരു പാതിൽ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഇങ്ങനെ ചേഞ്ച് ചെയ്താണ് അടുത്ത പ്രോഗ്രാമിന് പോകുന്നതെന്ന്. അവിടെ അടുത്ത പ്രോഗ്രാമിന് പോകാനുള്ളതുകൊണ്ട് അന്ന് ഗസ്റ്റ് ഹൗസിൽ തങ്ങിയതാണ്. തങ്ങി അടുത്ത പ്രോഗ്രാമിന് റെസ്റ്റ് എടുത്ത് അടുത്ത പ്രോഗ്രാമിന് പോകും. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മൾ എത്രത്തോളം വിഷമകരമായി മാറി? അത് ഒരുപാട് പ്രയാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. അതൊക്കെ ഉണ്ട്, ഓർമ്മയൊക്കെ ഉണ്ട്. വി എസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടമിടറുകയാണ്. അത്രത്തോളം ഒരു ആത്മബന്ധമായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി വി എസ് അച്യുതാനന്ദൻ്റെ ഇഷ്ടമുള്ള ജുബ വേഷം തയ്ച്ച് നൽകിയ ആളാണ് ഇദ്ദേഹം. ഇപ്പോഴും ഈ വി എസിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അത് ഓർത്തോർത്ത് ഓരോന്ന് പറയുമ്പോഴും അദ്ദേഹം മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നാടിന് എല്ലാവർക്കും ഒരു നൊമ്പരമായി വലിയ വേർപാടായി വി എസ് മാറുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലൊക്കെ വി എസിൻ്റെ ആ വലിയ സ്ഥാനം, ആ വലിയ മനസ്സ് ഇപ്പോഴും ഓർമ്മിച്ച് ജ്വലിച്ച് നിൽക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ആലപ്പുഴ.